Hello, my dear students. Today's class we deals with the Block 5 Unit 1 Summary with Prison. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പോയിന്റ്സിൽ ആ കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അവർ പറയുന്ന തിയറി മനസ്സിലാക്കുക, അത് ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു പാസേജിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഞാൻ ഇതിന്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അത് മനസ്സിലാക്കി വേണം മുൻപോട്ട് ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ മനസ്സിലാക്കാൻ. സോ ഫസ്റ്റ് സമ്മറി. അന്നേരം നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് കോൺസെപ്റ്റ്സ് ആണ് പഠിക്കേണ്ടത്, സമ്മറി, റിസി റൈറ്റിംഗ്. സമ്മറി എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു നോവല് വായിക്കാൻ എടുക്കുകയാണ്. നോവല് വായിക്കാൻ എടുക്കുന്നതിന് മുമ്പ് അത് അതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു സംഗ്രഹണം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ സംഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നോവലിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിന്റെ കഥ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കത്തക്ക തരത്തിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും, ഇല്ലേ? അത് ഒരു പേജിൽ കവിയാതെ വേണം നമ്മൾ എഴുതാൻ. അതൊക്കെയാണ് സമ്മറിയിൽ നമ്മൾ പറയുന്നത്. It is the condensed form of a long text sharing the same meaning. It gives an overview of the text, usually not more than a page. ഒരു പേജിൽ കവിയാത്ത ആ ലോങ് ടെക്സ്റ്റിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഒരു രത്ന ചുരുക്കം വിത്ത് ദ സെയിം മീനിങ്, അതേ അർത്ഥം തരുന്ന ലോങ് ടെക്സ്റ്റിന്റെ ഒരു രത്ന ചുരുക്കമാണ് സമ്മറി എന്ന് പറയുന്നത്. ഒരു പേജ് കവിയാൻ പാടില്ല. ഇനി അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, എഴുതുന്നതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ സമ്മറി ഇൻക്ലൂഡ്സ് റീഡ് ദ ടെക്സ്റ്റ് thoroughly, stay focused about your objective, identify the important points, write down the summarized version of the long text using keywords, avoid examples, illustrations, similes, metaphors, unnecessary expressions. ആദ്യം നമ്മൾ ആ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കണം. അതിൻ്റെ അകത്ത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതിന്റെ കീ ഒബ്ജക്റ്റീവ് എന്താണ്, അത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലപ്പം അതിൻ്റെ അകത്ത് ജാതി ചിന്തകളെ കുറിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മതവിദ്വേഷത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല മേഖലകൾ, പല ടോപ്പിക്കുകളെ കുറിച്ച് പറയാം. സോ ആ ഒരു കാര്യം എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റീവിൽ മുൻനിർത്തിക്കൊണ്ട് വായിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളൊക്കെ അടയാളപ്പെടുത്തുക. ദെൻ ഈ ടെക്സ്റ്റിന് കുറച്ച് കീവേഡ്സുകൾ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാകാരൻ അല്ലെങ്കിൽ എഴുതിയ വ്യക്തി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില വാക്കുകൾ, ആ വാക്കുകൾ എവിടെയൊക്കെയാണ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലോങ് ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോഡീകരിക്കുക. ദെൻ അവോയ്ഡ് എക്സാമ്പിൾസ് ആൻഡ് ഇലസ്ട്രേഷൻസ്. അദ്ദേഹം അതിൽ ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ടാവും, മറ്റാൾക്കാരുടെ കൊട്ടേഷൻസ് തന്നിട്ടുണ്ടാവും, ഒരുപാട് സിമിലീസ്, ഉപമകൾ, മെറ്റഫേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള അൺവാണ്ടഡ് എക്സ്പ്രഷൻസ്, ഇതൊക്കെ തന്നിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് വേണ്ടാത്തതാണ്, അതെല്ലാം തന്നെ അങ്ങ് ഒഴിവാക്കുക. നമുക്ക് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം മതി. Don't add your personal opinions while writing a summary. Write down your own words in simple English. The ideal length is 1/3 of the original passage. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/3 ഭാഗമായിട്ട് ചുരുക്കണം. കൂടുതൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് 3 പാരഗ്രാഫ് അല്ലെങ്കിൽ 5 പാരഗ്രാഫ് ഉള്ള ഒരു എസ്സേ ആണെങ്കിൽ അതിന് 2 പാരഗ്രാഫായിട്ട് ചുരുക്കണം. ഇനി നിങ്ങൾക്ക് ഒരു എൻ്റയർ നോവൽ തന്നെയാണ് ഉള്ളതെങ്കിൽ അതിനെ ഒരു 1 പേജിലേക്ക് അല്ലെങ്കിൽ ഒരു 1.5 പേജിലേക്ക് അതിനെ ചുരുക്കണം. അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്യുക, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനെ പറ്റി പറയുന്ന എന്തിനെ പ്രതിനിധീകരിച്ചാണ് ഇത് പറയുന്നത്, എഴുതപ്പെട്ടിട്ടുള്ള അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ വായിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക. അതുപോലെ തന്നെ കീവേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക. എക്സാമ്പിൾസുകളും ഇലസ്ട്രേഷൻസും സിമിലീസും മെറ്റഫേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മളുടേതായ പേഴ്സണൽ ഒപ്പീനിയൻസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ നമുക്കിത് എഴുതാൻ പാടില്ല. പിന്നെ വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മളുടേതായ വേർഡ്സിൽ വേണം എഴുതാൻ. ഒറിജിനൽ പാസേജിന്റെ 1/3 വേണം ഉണ്ടാകാൻ, അതിൽ കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു എസ്സേ ആണെങ്കിൽ, പക്ഷെ ഒരു നോവലൊക്കെ ആണെങ്കിൽ 1.5 പേജിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനി പ്രിസി റൈറ്റിംഗ് എന്താണെന്ന് നോക്കാം.
It is a short, concise description of an original text, giving only the important points. A summary gives all the points in brief, whereas Prezi gives only precisely and absolutely important points. അന്നേരം സമ്മറിയും പറയുന്നത് ഒരു സമ്മറൈസ്ഡ് വെർഷനാണ്. പ്രസി എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മറൈസ്ഡ് വെർഷൻ. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിയിൽ ഇപ്പം ആ നോവലിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം സമ്മറി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു 50 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഓക്കെ, ആ 50 കഥാപാത്രങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു 10-20 കഥാപാത്രങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ആ 50 കഥാപാത്രങ്ങൾ എങ്ങനെ ചുറ്റി പിണിഞ്ഞു കിടക്കുന്നു ഇതിനെയൊക്കെ പറ്റിയിട്ട് സമറൈസ് ചെയ്യുന്ന ആൾ പറയാം. പക്ഷേ പ്രസി റൈറ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ. ഓക്കെ, പ്രൊട്ടാഗനിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രവും അതുപോലെ തന്നെ എതിർ കഥാപാത്രവും ആന്റഗോണിസ്റ്റ് ഇവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന പ്രസി റൈറ്റിംഗിൻ്റെ അകത്ത് പറയാം. അന്നേരം സമ്മറിയെക്കാട്ടിലും ചുരുക്ക രൂപമായിരിക്കും പ്രസി റൈറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പ്രസിക്കകത്ത് ചേർക്കാറുള്ളൂ. Prezi must have an apt heading. Summary can be either written or spoken, while Prezi will be always in written format. Similar to summary, a Prezi also the writer should not convey his or her personal opinion. പ്രസിക്ക് ഒരു ഹെഡിങ് കാണും, പക്ഷെ നമ്മൾ പറഞ്ഞു സമ്മറിക്ക് നമ്മൾ ഹെഡിങ് വെച്ച് എഴുതാറില്ല. പക്ഷെ പ്രസി റൈറ്റിംഗിൽ നമ്മൾ എപ്പോഴും ഹെഡിങ് യൂസ് ചെയ്യും. സമ്മറി നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്യാം. എടാ നീ പോയ സിനിമ കണ്ടില്ലേ, അതിന്റെ സമ്മറി ഒന്ന് പറഞ്ഞേ, ഓക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പറയുകയാണ് ചെയ്യുന്നത്. അതായത് സമ്മറി എന്ന് പറയുന്നത് either written or spoken ഫോമാണ്. പക്ഷെ പ്രസി എന്ന് പറയുന്നത് എപ്പോഴും റിട്ടൺ ഫോർമാറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സമ്മറി ആയിക്കോട്ടെ പ്രസി റൈറ്റിംഗ് ആയിക്കോട്ടെ ഒരിക്കലും നമ്മളുടേതായ പേഴ്സണൽ ഒപ്പീനിയൻസ് അതിൻ്റെ അകത്തേക്ക് പറയാൻ പാടില്ല. Writing a Prezi improves one's analytical skill as it helps to distinguish the essential and inessential. It also improves our vocabulary skill as we learn to express the detailed meaning in minimum words as possible. ഈ പറയുന്ന പ്രസി സ്കില്ലിലൂടെ നമുക്ക് എന്താ ഇമ്പ്രൂവ് ആവുന്നത്? നമ്മളുടെ അനാലിറ്റിക്കൽ സ്കിൽ, ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് അതിൻ്റെ നിന്ന് വീണുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങളെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു കഴിവ് എന്ന് വെച്ചാൽ എസെൻഷ്യൽ ആൻഡ് ഇൻഎസെൻഷ്യൽ തിങ്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവ് വർദ്ധിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് സ്കില്ല് കൂടുന്നു? അനാലിറ്റിക്കൽ സ്കില്ല് കൂടുന്നു. And it also helps to improve our vocabulary skill as we learn to express the detailed meaning in minimum words as possible. അന്നേരം പ്രസി റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക. ഓക്കെ, ഫലിപ്പിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ വൊക്കാബുലറി സ്കില്ല് കൂടുന്നു. അതുപോലെ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനും സാധിക്കും. അന്നേരം പ്രസി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് us to distinguish inessential and essential things, and thereby we have to improve our analytical skills. And in Prezi writing, we have to express the meaning in minimum words as possible. Hence, it helps to improve our vocabulary skills. ഇത് രണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കും. അന്നേരം ഇതിൻ്റെ സമ്മറിയും പ്രസി റൈറ്റിംഗും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പ്രസിക്ക് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും, സമ്മറിക്ക് ഹെഡിങ് കാണില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രസി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് റിട്ടൺ ഫോർമാറ്റിലായിരിക്കും എപ്പോഴും ഉണ്ടാകുക. സമ്മറി എന്ന് പറയുന്നത് റിട്ടണോ സ്പോക്കണോ ആകാം. ഇതാണ്. ഇനി ഇതിന് രണ്ടിലും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഈ പ്രസി റൈറ്റിംഗിലാവുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് എസെൻഷ്യലും ഇൻഎസെൻഷ്യലുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. ഹെൻസ് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് അവർ അനലിറ്റിക്കൽ സ്കിൽ. Thus, it also helps to express as to the meaning through minimum words. Okay, ഏറ്റവും കുറഞ്ഞ വേർഡ്സിൽ നമ്മളുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് അവർ വൊക്കാബുലറി സ്കിൽ. ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. Read the passage thoroughly, highlight the most essential points, give a suitable title for the passage. Phrases should have brevity, clarity, and grammatical accuracy. So, നേരത്തെ നമ്മളുടെ സമ്മറിയിലെ പോലെ തന്നെ ഇവിടെയും നമ്മൾ പാസേജ് നന്നായി വായിക്കണം. അതിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഹെഡിങ് കൊടുക്കണം. പ്രസിക്ക് ടൈറ്റിൽ ഹെഡിങ് ഉണ്ട്, മസ്റ്റാണ്.
അതുപോലെ തന്നെ പ്രിസി ഏറ്റവും ക്ലിയർ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിവിറ്റി, ക്ലാരിറ്റി. ബ്രിവിറ്റി മീൻസ് ചുരുക്ക രൂപത്തിൽ കൂടുതൽ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുക, അതാണ് ബ്രിവിറ്റി. ദെൻ പറയുന്ന ഐഡിയ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഗ്രമാറ്റിക്കൽ ആക്യുറസിയും ബാധകമാണ്. പ്രിപ്പയർ എ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ബൈ അറേഞ്ചിങ് ആൻഡ് കണക്ടിങ് ദ കീ പോയിന്റ്സ്. ആദ്യം നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഈ പറയുന്ന കീ പോയിന്റ്സുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ദെൻ ക്രിട്ടിക്കലി റിവ്യൂ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, എഡിറ്റ് ആൻഡ് റിവൈസ് ഇറ്റ്. പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ബൈ റിവൈസിങ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അന്നേരം ആദ്യം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു, ദെൻ അത് എഡിറ്റ് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ദെൻ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു, അതിന് നന്നായി റിവൈസ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഈ പറയുന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഒരുപാട് റിവിഷൻ നടത്തിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് എത്തുന്നത്, ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ പേജ് നമ്പർ 293, അതിൻ്റെ അകത്ത് പാസേജ് 2 നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പാസേജുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം തന്നെ പാസേജിനെ അനലൈസ് ചെയ്യാം. ഈ പാസേജ് ഒരു പാരഗ്രാഫായിട്ട്, പല പാരഗ്രാഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്രിസി റൈറ്റിംഗ് ചെയ്യേണ്ടത് 1 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ ഒരു ഹെഡിങ് വേണം. സോ ഫസ്റ്റ് നമുക്ക് പാരഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യാം. The light has gone out of our lives and there is darkness everywhere. I do not know what to tell you and how to say it. Our beloved leader, Bapu, as we called him the father of nation, is no more. Perhaps I am wrong to say that. Nevertheless, we will never see him again as we have seen him for many years. We will not run to him for advice and seek solace from him. And that is a terrible blow, not to me only, but to millions and millions of this country. And it is a little difficult to soften the blow by any other advice that I or anyone else can give you. So, ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് വായിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ആരെയോ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഓക്കെ, ആരെയോ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അന്നേരം ഒരാൾ മരിച്ചു, ആ മരിച്ച കാര്യം മറ്റൊരാളിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മരിച്ചയാൾ നമ്മളുടെ ഏറ്റവും ബിലവഡായിട്ടുള്ള ലീഡറായ ബാപ്പു ആണെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുന്ന ലൈൻ എന്ന് പറയുന്നത് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം അണഞ്ഞുപോയി, ചുറ്റും എന്താണ്, ഇരുട്ട് മാത്രമാണ്. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പ്രിസിയിൽ യൂസ് ചെയ്യാറില്ല. കാരണം ഇതെല്ലാം തന്നെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. മനസ്സിലായല്ലോ? അന്നേരം ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഒഴിവാക്കാം. അന്നേരം ഒരു വ്യക്തി മരിച്ചുപോയി, മോൺ ചെയ്യുകയാണ്. മരിച്ചുപോയ വ്യക്തിയുടെ പേര് ബാപ്പു എന്നാണ്, നമ്മളുടെ ബിലവഡ് ലീഡറാണ്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട്, I said, and yet I was wrong. For the light that shone in this country was no ordinary light. The light that has illumined this country for these many years will illumine this country for many more years. And 1,000 years later, that light will be seen in this country, and the world will see it, and it will give solace to innumerable hearts. For that light represented something more than the immediate past. It represented the living, the eternal truths, reminding us of the right path, drawing us from error, taking this ancient country of to freedom. So, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു കുറ്റബോധം തോന്നിയിട്ട് നമ്മളോട് പറയാണ്, ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട്, ഐ സെഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഈ ഭൂമിയിൽ നിന്ന് പ്രകാശം വിട്ടകന്നു പോയി. പക്ഷെ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു അത് തെറ്റാണ്. ഓക്കെ, കാരണം ഈ ഭൂമിയിൽ നമ്മൾക്ക് പ്രകാശം ചൊരിഞ്ഞിരുന്ന ഒരു സാധാരണ ഒരു പ്രകാശമല്ല, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു വിളക്കായിരുന്നില്ല. ഈ രാജ്യത്തെ ആകമാനം പ്രകാശത്തിലേക്ക് നയിച്ച, ഒരുപാട് വർഷങ്ങളോളം നമുക്ക് പ്രകാശം തെളിച്ചു തന്ന, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ നയിക്കാൻ ശേഷിയുള്ള, ഒരുപാട് ഹൃദയങ്ങൾക്ക് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത്. അന്നേരം ആ വ്യക്തിയുടെ മരണത്തെ കുറിച്ച് വളരെ സാഹിത്യപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. For that light represented something more than immediate past. It represented the living, the eternal truths. അദ്ദേഹം പറയുകയാണ്, ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ആ
വ്യക്തി പ്രതിനിധീകരിച്ച വെളിച്ചം എന്ന് പറയുന്നത്, റെപ്രസെന്റ് ചെയ്ത് വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റിനെ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, സത്യത്തെയും നേരായ പാതയെയും അതുപോലെ തന്നെ തെറ്റിനെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും രാജ്യത്തിനെ നേരായ രീതിയിൽ നടത്തുകയും ചെയ്ത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി കാണിച്ചെന്ന് ഒരു ദീപമായിരുന്നു അത്. ആ ദീപം ഇന്ന് കെട്ടടങ്ങി. All this has happened when there was so much more for him to do. We could never think that he was unnecessary or that he had done his task. But now, particularly when we are faced with so many difficulties, his not being with us is blow most terrible to bear. സോ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഓക്കെ, അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പലതും അൺനെസസറി ആയിരുന്നു, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെ പലതും ചിന്തിക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം ഇല്ലാതിരുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹം പോയി എന്ന് അറിയാൻ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഏറെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒന്നാണെന്നാണ് ഈ പറയുന്ന വ്യക്തി, ആ ഒരു സ്പീച്ച് പറയുന്ന വ്യക്തി നമ്മളോട് പറയുന്നത്. A madman has put an end to his life, but I can only call him mad who did it. And if there has been enough of poison spread in this country during the past years and months, and this poison has had an effect on people's minds. We must face this poison. We must root out this poison. We must face all these perils that encompass us and face them not madly or badly, but rather in a way that our beloved teacher taught us to face them. അദ്ദേഹം പറയാണ്, നമ്മളുടെ ബാപ്പുജി, നമ്മളുടെ ഫാദർ ഓഫ് ദി നേഷൻ, അദ്ദേഹം ഒരു മാഡ് മാനാൽ കൊല്ലപ്പെട്ടു. ഞാൻ അയാളെ മാഡ് മാൻ എന്ന് വിളിക്കും. കാരണം വർഷങ്ങളായി, മാസങ്ങളായി ഈ രാജ്യത്ത് മുഴുവൻ ആകമാനം വിദ്വേഷത്തിന്റെയും പകയുടെയും വിഷം ജനങ്ങൾക്ക് മേൽ തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരാളാണ് അയാൾ. Okay, we must face this poison. We must root out this poison. നമ്മൾ ഈ പോയിസണിനെ, ഏതാണ് പോയിസൺ? ഈ പറയുന്ന അരാജകത്വം, ഈ പറയുന്ന ജനങ്ങൾക്കിടയിലുള്ള വിദ്വേഷം, ആ ഒരു പോയിസണെ നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ട സമയമായി, അതിനെ വേരോടുകൂടി പിഴുതെറിയേണ്ട സമയമായി. ഓക്കെ, ഇതിനെ നമ്മൾ വളരെയധികം മാഡായിട്ട് ബാഡായിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട സമയമായി. ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ നമ്മളുടെ പ്രധാനപ്പെട്ട, നമ്മൾ വളരെ ബിലവഡ് ആയിട്ടുള്ള ടീച്ചർ ആരാണ്? ടീച്ചർ നമ്മുടെ ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളോട് അദ്ദേഹമില്ല. The first thing to remember now is that none of us dare misbehave because he is angry. We have to behave like strong and determined people, determined to face all the perils that surround us, determined to carry out the mandate that our great teacher and our great leader has given us. Remembering always that if, as I believe, his spirit looks upon us and sees us, nothing would displease its soul so much as to see that we have indulged in any small behavior or any violence. എന്നിട്ട് അദ്ദേഹം പറയാണ്, ദ ഫസ്റ്റ് തിങ് ടു റിമെമ്പർ. ഇപ്പം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കരുതി, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ കൊല്ലപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ മിസ്ബിഹേവ് ചെയ്യരുത്, നിങ്ങൾ അക്രമം അഴിച്ചുവിടരുത്. കാരണം അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്വഭാവമല്ല. നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നും നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് ബിഹേവിയറൽ പീപ്പിളായി മാറാമെന്നും അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് മാതൃക അദ്ദേഹം നമുക്ക് ചുറ്റും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളുടെ ഒരു ഗ്രേറ്റ് ടീച്ചറും അതുപോലെ ഗ്രേറ്റ് ലീഡറുമാണെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം എങ്ങനെയാണ്? അപ്പോൾ സീയസ് നത്തിങ് വുഡ് ഡിസ്പ്ലീസ് ഹിസ് സോൾ. നിങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം. ഞാൻ നിങ്ങളിൽ അത് കാണുന്നുണ്ട്. കാരണം നമ്മളുടെ ഗുരു ഗാന്ധി അതൊരിക്കലും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരെണ്ണം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ സോൾ വളരെയധികം ഡിസ്പ്ലീസ് ആവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബിഹേവിയറൽ വയലൻസിലേക്കും എത്തിപ്പെടരുതെന്നും പറയുന്നുണ്ട്. അറ്റ് ദ എൻഡ് നമുക്ക് തന്നിരിക്കുന്ന പാസേജിൽ പറയുന്നുണ്ട്, ഇറ്റ്സ് എ സ്പീച്ച് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു ഓൺ ദ അസാസിനേഷൻ ഓഫ് മഹാത്മാ ഗാന്ധി.
ഗാന്ധി മരിച്ചതിന്റെ അന്ന് രാത്രി ജവഹർലാൽ നെഹ്റു ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണിത്. അന്നേരം ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധി മരിച്ചുപോയി അല്ലേ? അതുപോലെ തന്നെ ഗാന്ധി മരണപ്പെട്ടു. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹം നയിച്ച ആ ഒരു വെളിച്ചം ഇന്നിപ്പോ നമ്മളോടെ ഇല്ല. പക്ഷെ അദ്ദേഹം നമ്മളുടെ ഉള്ളിൽ തിരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ അല്ലേ? സഹിഷ്ണുത, അതുപോലെ തന്നെ സഹനം, അഹിംസ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുകയാണ്. ഒരു മാഡ്മാൻ ആണ് അദ്ദേഹത്തിനെ കൊന്നത്. ആ അയാൾ എങ്ങനെ മാഡായി? ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ പോയിസൺ കൊണ്ടാണ് അയാൾ മാഡായത്. ആ പോയിസൺ കൊണ്ട് അയാൾ ബാക്കിയുള്ളവരെയും എന്ത് ചെയ്യണം? സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അതിനെ റൂട്ടോടുകൂടി നമ്മൾ ഇല്ലാതാക്കാനും ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ വയലൻസിലേക്ക് പോരുതെന്നും ഗാന്ധി അത് ഇഷ്ടപ്പെടുന്നില്ലെന്നും നെഹ്റു ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ആ ഒരു സമ്മറൈസ്ഡ് വെർഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ പ്രസി വെർഷൻ വരുന്നത്. പ്രസി വെർഷൻ വരുമ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ ഇതിനൊരു ടൈറ്റിൽ ഹെഡിങ് ഉണ്ടാവും. ജവഹർലാൽ നെഹ്റൂസ് ട്രിബ്യൂട്ട് ടു മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റൂസ് ട്രിബ്യൂട്ട് ടു മഹാത്മാഗാന്ധി. Jawaharlal Nehru's heartfelt words mourn the tragic loss of Mahatma Gandhi, acknowledging the profound impact of his leadership on India's freedom struggle. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളില് എന്തുമാത്രം ഇമ്പാക്റ്റ് ആണ് ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. Nehru expressed the immense void left by Gandhi's absence, emphasizing that the light he brought to the nation represents the eternal truths guiding India's path to freedom. നെഹ്റു പറയാൻ, ഈ ഗാന്ധി ഇല്ലാത്ത ഈ ഒരു ഇന്ത്യക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്. ഒരു വലിയൊരു ആബ്സെൻസ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഗാന്ധി ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഗാന്ധി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വെളിച്ചം ഞങ്ങൾക്ക് പരമമായ സത്യം മനസ്സിലാക്കി തരാനും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് ഗൈഡ് ചെയ്യാനും സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നു. Despite the premature end of Gandhi's life due to Assassin's Act, Nehru calls for unity and determination to face the challenges ahead. എന്നിട്ട് പറയാണ്, ഡെസ്പൈറ്റ് ദ പ്രിമച്വർ എൻഡ് ഓഫ് ഗാന്ധീസ് ലൈഫ്. ഗാന്ധിയുടെ മരണം സംഭവിച്ചു ഇല്ലേ? അത് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത് അല്ലെ? അത് അസാസിനേഷൻ ആണ് നടന്നത്. എന്നിരുന്നാലും നമ്മളെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പലതരം ചലഞ്ചസ് നമുക്ക് മുന്നിൽ വരുമെന്നും അതിനെയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. He urges the nation to reject the violence and misbehavior, staying true to the principles Gandhi taught. അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്ത എന്താ? നമ്മൾ വയലൻസും മിസ്ബിഹേവിയറും എല്ലാം ഒഴിവാക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സത്യസന്ധരായിരിക്കുകയും വളരെ നല്ല രീതിയിൽ ഗാന്ധി നമ്മളോട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്തു. Nehru believes that honoring Gandhi's legacy requires resolute and peaceful perseverance, aligning with the leader's teaching and upholding his spirit in face of adversity. Nehru believes that നെഹ്റു വിശ്വസിക്കുന്ന എന്തിലാണ്? ഓണറിങ് ഗാന്ധിസ് ലെഗസി റിക്വേഴ്സ്. ഗാന്ധിജിയുടെ ഗാന്ധിയൻ തത്വങ്ങളെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അത് പ്രവർത്തിച്ച് കാണിച്ച് അതിൽ വളരെയധികം ബഹുമാനം അർപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിനെ മുറുകെ പിടിക്കുമ്പോഴും അതിൽ വളരെ പീസ്ഫുള്ളായി ജീവിക്കുമ്പോഴും, എന്നുവെച്ചാൽ ഗാന്ധിയൻ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴുമാണെന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഈസ് അലൈനിങ് വിത്ത് ലീഡേഴ്സ് ടീച്ചിങ്സ് ആൻഡ് അപ്ഹോൾഡിങ് ഹിസ് സ്പിരിറ്റ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നതും ലീഡറിന്റെ ആ ഒരു ടീച്ചിങ് നമ്മൾ ഏറ്റുവാങ്ങുന്നു. നമുക്ക് ഇനി എന്തൊക്കെ തരത്തിലുള്ള അഡ്വേഴ്സിറ്റി ഉണ്ടായാലും ശരി, ഗാന്ധിയൻ സ്പിരിറ്റും ഗാന്ധിയൻ ടീച്ചിങ്സും മുറുകെ പിടിക്കണമെന്നാണ് ജവഹർലാൽ നെഹ്റു ആ ഒരു മോർണിംഗ് സിറ്റുവേഷൻ, ആ ഒരു ട്രിബ്യൂട്ടിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് ചുരുക്ക രൂപത്തിൽ നമ്മളുടെ ആ ഒരു പാസേജിൽ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു 3-4 പാസേജസ് ഉണ്ട്. 1, 2, 3 ഓക്കെ, 3 പാസേജസോളം ഉണ്ട്. 3 പാസേജസിന്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക.
ഒരു 3-4 ടൈംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. നിങ്ങൾക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്ന സമ്മറി, പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഈ സമ്മറി, ദെൻ പ്രിസി, പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഈ പ്രിസി, പിന്നെ മേ ബി ഒരു പ്രിസി റൈറ്റിംഗിന്റെ ഒരു പാസേജ് തന്നിട്ട് അത് ഇതുപോലെ ചുരുക്കി എഴുതാൻ ഓറുള്ള ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്.